جاء رجل إلى النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ ശരീരത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങയോടാണ് നബിയേ. വ ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ വലദി, എൻ്റെ മക്കളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയേ അങ്ങയോടാണ്. ഏതൊരാളുടെയും വിശ്വാസം പരിപൂർണമാവണമെങ്കിൽ, ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ, എല്ലാവരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും ഹബീബായ തങ്ങളെ നമ്മൾ സ്നേഹിക്കണമല്ലോ. ഈ വന്ന് ചോദിക്കുന്ന വ്യക്തി അതാണ് പറയുന്നത്, എൻ്റെ ശരീരത്തെക്കാൾ, എൻ്റെ മക്കളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് അങ്ങയോടാണ് നബിയേ. വ ഇന്നി ലഅകൂനു ഫിൽ ബൈതി ഫാദ്കുറുക, നബിയേ, ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങയുടെ സമീപത്ത് നിന്ന് ഞാൻ പിരിഞ്ഞു പോയി എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഫാദ്കുറുക, ഞാൻ ഓർക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും അങ്ങയെക്കുറിച്ചാണ് നബിയേ. എൻ്റെ മനസ്സിൽ അപ്പോഴും ഓർമ്മയുള്ളത്, എൻ്റെ മനസ്സിലുള്ളത് ഹബീബേ അങ്ങയെക്കുറിച്ച് കൊണ്ടാണ്. ഫമാ അസ്ബിറു ഹത്താ അത്തിയാ, ഈ മജ്ലിസിലേക്ക്, അങ്ങയുടെ സവിധത്തിലേക്ക് വരുന്നത് വരെ എൻ്റെ മനസ്സിൽ അങ്ങയെ കുറിച്ച് കൊണ്ട് തന്നെയാണ് ചിന്തയുള്ളത്. അതുകൊണ്ട് ഫഅൻദുറു ഇലൈക, ഇവിടെ വന്നിട്ട് അങ്ങയിലേക്ക് ഞാൻ നോക്കുന്നു നബിയെ. പക്ഷേ വഇദാ ദക്കർതു മൗതി വ മൗതക, എനിക്ക് പറയാനുള്ളത്, എൻ്റെ പേടി എന്താണെന്നോ, ഞാൻ മരണപ്പെട്ടു പോയാൽ, എൻ്റെ മരണത്തെ, വഇദാ ദക്കർതു മൗതി വ മൗതക, എൻ്റെ മരണത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, വ മൗതക, നബിയെ അങ്ങയുടെ വഫാത്തിനെ കുറിച്ച് കൊണ്ടും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്ന റുഫിഅത മഅൻ നബിയ്യീൻ, ഹബീബായ തങ്ങളെ, അങ്ങ് വഫാത്തായതിന് ശേഷം നാളെ സ്വർഗത്തിലേക്ക് അങ്ങ് വരുന്ന സമയത്ത്, ആ സ്വർഗത്തിൽ അങ്ങ് മറ്റുള്ള നബിമാരോടൊക്കെ കൂടെയാകുമല്ലോ, മറ്റു പ്രവാചകന്മാരൊക്കെ അങ്ങയുടെ ചാരത്ത് നിൽക്കുമല്ലോ, അങ്ങുണ്ടാവുക മറ്റുള്ള പ്രവാചകന്മാരോട് കൂടെയാണല്ലോ ഉള്ളത്. അതേ സമയത്ത് വ അന്നീദാ ദഖൽതുൽ ജന്ന ഖശീതു അല്ലാ അറാക യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഞാൻ സ്വർഗത്തിൽ കടന്നു, ഞാൻ സ്വർഗത്തിലെത്തിയ, പക്ഷേ ആ സ്വർഗത്തിലെത്തിയാൽ പോലും അങ്ങയെ എനിക്ക് അവിടെ വെച്ച് കാണാൻ കിട്ടുകയില്ലേ. ഞാൻ ഭയപ്പെടുന്നു, ആ സ്വർഗത്തിൽ വെച്ച് എൻ്റെ ഹബീബേ അങ്ങയെ എനിക്ക് കാണാൻ കിട്ടുകയില്ലയോ എന്ന് ഞാൻ പേടിക്കുന്നു നബിയേ. അങ്ങ് മറ്റുള്ള പ്രവാചകന്മാരോട് കൂടെയും മറ്റു പ്രവാചകന്മാരൊക്കെ അങ്ങയുടെ കൂടെക്കാവുമല്ലോ. അതുകൊണ്ട് മഹാന്മാരായ ആളുകളൊക്കെ നബിയെ അങ്ങയുടെ സവിധത്തിൽ ഉണ്ടാകുമ്പോൾ, ഈ പാവപ്പെട്ട എനിക്ക് നാളെ സ്വർഗത്തിലെത്തിയാൽ അങ്ങയെ കാണാൻ കഴിയുകയില്ലേ എന്ന് വേദനയോടുകൂടെ, സങ്കടത്തോടുകൂടെ ഒരാൾ വന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ, ഫലം യറുദ്ദ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈആ, അല്ലാഹുവിൻ്റെ ഹബീബ് ഒരു മറുപടിയും കൊടുത്തില്ല. മുഅ്മിനീങ്ങളെ, സ്വഹാബത്ത് അങ്ങനെയാണ്. അവർക്ക് ഏത് സമയത്തും മുത്തുനബിയെ കാണണം, അവിടുത്തെ മജ്ലിസിൽ ഇരിക്കണം, അവരോടുകൂടെ പങ്കെടുക്കണം. സ്വഹാബത്തെ കിറാം അങ്ങനെയാണ്. മുഅ്മിനീങ്ങളെ, അവർക്ക് മുത്തുനബിയുടെ സദസ്സിൽ നിന്ന് പോവൽ ഇഷ്ടമില്ല. ഹബീബായ തങ്ങളുടെ സവിധത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് അവരുടെ വീടിൽ പോകുന്നതിലേറെയും, അവരുടെ മക്കളടുക്കൽ പോകുന്നതിലേറെയും, അവരെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നതിലേറെയും, അവരെ കുടുംബങ്ങളിലേക്ക് ചെല്ലുന്നതിലേറെയും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് സമാധാനമുള്ളത് ഹബീബായ തങ്ങളുടെ സവിധത്തിലിരിക്കൽ തന്നെ. ഈ സങ്കടം മുത്തുനബിനോട് അയാൾ പങ്കുവെച്ചപ്പോ അള്ളാന്റെ ഹബീബ് ഒരു മറുപടിയും കൊടുത്തില്ല. ഹത്താ നസല ജിബ്രീൽ അലൈഹിസ്സലാം,
ബിഹാദിഹിൽ ആയ. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഹബീബായ തങ്ങൾക്ക് ഒരായത്ത് ഓതിക്കൊടുക്കുകയാണ്. അതുവരെ അള്ളാന്റെ റസൂല് അയാളെ സങ്കടത്തിന്, അയാളുടെ ചോദ്യത്തിനൊരു മറുപടിയും കൊടുത്തില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഒരായത്ത് ഓതിക്കൊടുക്കുകയാണ്. ആ ആയത്ത് ആ സ്വഹാബിക്ക് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഏതാണ് ആ ആയത്തെന്നോ? അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സമാധാനമായി. ആ ആയത്ത് കേട്ടപ്പോൾ മനസ്സിന് വല്ല സന്തോഷമായി പോയി. ഏതാണ് ആ ആയത്ത്? ഹബീബായ തങ്ങൾ ഓതിക്കൊടുത്തു. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ والصديقين والشهداء والصالحين وحسن أولئك